നമസ്തേ. സുഭാഷിതം. വിദ്യയാ വപുഷാ വാച വസ്ത്രേണ വിഭവേന വാ ഏഭിഃ പഞ്ചവകാരൈസ്തു നരഃ പ്രാപ്നോതി ഗൗരവം. വിദ്യ, വപുസ്, വാക്ക്, വസ്ത്രം, വിഭവം എന്നീ 5 കാര്യങ്ങൾ ഒരാൾക്ക് ഗൗരവത്തെ നൽകുന്നു. ഗൗരവം അഥവാ ബഹുമാനത്തെ നൽകുന്നു. അപ്പോൾ എന്തൊക്കെയാ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്? വിദ്യ, വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം, വാക്ക്, വസ്ത്രം, വിഭവം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. അപ്പോൾ ഇത്ര 5 വിഷയങ്ങളാണ്. വിദ്യ, ഒരു വിദ്വാന് തീർച്ചയായിട്ടും സമൂഹത്തിൽ നല്ല ബഹുമാനം കിട്ടുന്ന ആദ്യത്തെ ഘടകം വിദ്യ തന്നെയാണ്. വിദ്യ എന്ന് പറയുന്നത് ബഹുമാനത്തിൻ്റെ പരമകാഷ്ഠയിൽ അദ്ദേഹത്തെ അംഗീകരിക്കപ്പെടുന്നതാണ് വിദ്യ. പിന്നെ പറയുന്നത് ശരീരം, അത് ആകാരമാണ്. ശാരീരം എന്ന് പറയുന്നില്ലേ, ആകാരം. നമ്മളുടെ ശരീരഭംഗി എത്രമാത്രം ഉണ്ടോ അവരെ ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. പിന്നെ പറയുന്നത് നമ്മളുടെ വസ്ത്രം, വസ്ത്രധാരണം. ഏത് രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരെ സമൂഹം ബഹുമാനിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വസ്ത്രധാരണം ഒരു പ്രധാന ഘടകമാണ്. ഒരാൾക്ക് ബഹുമാനം കിട്ടുന്നതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നുള്ളത് സമ്പത്താണ്. സമ്പത്തുള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ബഹുമാനം അവർക്കുണ്ടാകുന്നു. ബഹുമാനം കിട്ടുന്നുണ്ട് സമ്പത്തുള്ളവർക്ക്. പിന്നെ പറയുന്നത് വാക്ക്, നല്ല വാക്കുകൾ. നല്ല ചിന്തകളുണ്ടെങ്കിലേ നല്ല വാക്കുകൾ വരത്തുള്ളൂ. എന്നിരുന്നാലും നല്ല വാക്കുകൾ സമൂഹത്തിൽ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അവരോട് സംസാരിക്കുന്ന ആ രീതികൾ, അവരുമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പം ആ വാക്കിൻ്റെ എത്രമാത്രം എങ്ങനെ സംസാരിക്കണമെന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ അവർക്ക് ബഹുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ബഹുമാനം കിട്ടുന്നതിന് വേണ്ടിയുള്ള 5 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒരാൾക്ക് എങ്ങനെ ബഹുമാനം ഉണ്ടാകുന്നു സമൂഹത്തിൽ എന്നുള്ള അതിൻ്റെ ഒരു സുഭാഷിതമാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. 5 വിഷയങ്ങളാണ്: വിദ്യ, ശരീരം, വസ്ത്രം, വാക്ക്, സമ്പത്ത്. ഈ 5 വിഷയങ്ങളാണ് ഒരാളിൻ്റെ ബഹുമാനത്തെ നേടിയെടുക്കുക അല്ലെങ്കിൽ ബഹുമാനത്തെ നൽകുന്നതിനുള്ള 5 വിഭവങ്ങൾ എന്നിവിടെ സുഭാഷിതത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. നമസ്തേ.